അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ അന്ന് മീൻ പൊളിക്കുന്ന കുക്കറിൽ മീൻ പൊളിക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചാൽ അതിന് മുകളിൽ ഒരു ഓട്ടപാത്രം വെച്ചാൽ കുറച്ച് വായൻ്റെലൊക്കെ ഇതേപോലെ വാട്ടിയെടുക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വാട്ടി വെക്കണം, ഓരോന്ന് വാട്ടിയെടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഒന്നായിട്ട് ഇങ്ങോട്ട് വാട്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചത്. പിന്നെ ചോപ്പറിൽ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി, ഒരു 15 ചെറിയുള്ളി, പിന്നെ ഒരു 10 വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണം ഇട്ടെടുക്കണം, ഒരു മീഡിയം സൈസ് തക്കാളിയും, പിന്നെ 2 പച്ചമുളകും, പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടിയല്ല, കുരുമുളകാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ തന്നെ ഇവിടെ നമ്മളെ കുക്കറിൽ നമ്മളത് വായൻ്റെല വാടിക്കണമെന്ന് നോക്കുകയാണ്. അപ്പോൾ വായൻ്റെല വാടി വന്നിക്കണ്, പക്ഷേ ഒന്ന് മറിച്ചിട്ടെടുത്തുകൊണ്ട് 2 പോക ഒന്നും കൂടി നല്ലോണം വാടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചിക്കണ്. ഇനി ഇവിടെ ഒരു പാൻ വെച്ചെടുത്തിക്കണ്. പാനിലേക്ക് ഞാൻ ഈ ക്രഷ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഇട്ടെടുത്തൊന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ഒന്ന് വാട്ടാൻ വെക്കട്ടെ. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇവിടെ കുക്കറിലുള്ള നമ്മളെ വായൻ്റെലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാടി വന്നിക്കണോ നോക്കട്ടെ. അപ്പോൾ നോക്കിയാട്ടെ നല്ലോണം അടിപൊളിയായിട്ട് വാടി വന്നിക്കണം കേട്ടോ. ഞാനിതാ ചുരുട്ടി മടക്കി ചുരുട്ടി പിടിച്ചിട്ടൊന്നും ഒരു കീറൽ പോലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നല്ലോണം വാടി വന്നിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി വന്നത് ഇനി മീൻ പൊരിക്കാൻ വെക്കണം. മീൻ ഞാൻ കായം തേച്ചത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ അതിലേക്ക് ഉപ്പും പൊടിയും പിന്നെ ഒന്ന് വെളുത്തുള്ളി കുത്തിയിട്ടിക്കണം കേട്ടോ. ഇതേ ഞാനിതിലിട്ടിട്ടുള്ളൂ, പാനിൽ ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത് അടു എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. മീൻ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഞാനത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വാഴൻ്റെ ഇല ഒരു കഷ്ണമൊക്കെ എടുത്ത് അതിലേക്ക് ആ ഗ്രേവി ഉണ്ടല്ലോ അത് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ചെടുത്ത് പിന്നെ ആ ഗ്രേവി വെച്ചെടുത്ത് മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കുക. കറിവേപ്പില ഞാൻ ആ ഗ്രേവിയിൽ ഇട്ടില്ല, അതേപോലെ ഇട്ടുകൊടുക്കുക കേട്ടോ. എന്നിട്ട് വാഴൻ്റെ നാരുകൊണ്ട് തന്നെ ഇതേമാതിരി കെട്ടുക, നടുവിൽ കെട്ടി. എനിക്കിതിനെ കെട്ടുന്നത് വലിയ പിടുത്തമില്ല കേട്ടോ. പിന്നെ അതൊക്കെ ബാക്കി വരുന്ന വേസ്റ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്നിട്ട് ഇതേപോലെ അടുത്തതും മറ്റേ ഭാഗത്തും കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം കെട്ടി കൊടുത്തിക്കണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെറ്റാക്കിയത് കേട്ടോ. ഒരു 5 പൊതി ഞാൻ റെഡിയാക്കി വെച്ചിക്കണ്. ഇനി ഞാൻ കുക്കറിൻ്റെ അടിയിലേക്ക് വാഴൻ്റെ ഇല അതേപോലെ വെച്ച് കൊടുക്കുകയാണ്. നേരിട്ടാണ്ട് വെച്ച് കൊടുത്താൽ ചിലപ്പോൾ നല്ലോണം കരിഞ്ഞു പോകും. അപ്പോൾ 2 തട്ടായിട്ട് ഞാൻ 2 കഷ്ണം വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ച് കൊടുത്ത് വിസിലിടാതെ കേട്ടോ ഞാൻ വെക്കാൻ പോണത്. വിസിലിടാതെ മുകളിൽ കൂടി ആവി മാത്രം വന്നാൽ മതി. അങ്ങനെ ഞാൻ ഗ്യാസുമേലേക്ക് വെക്കാൻ പോവുകയാണ്. ഇപ്പം നല്ല ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൈമേൽക്കൊക്കെ നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വേവാനൊന്നുമില്ല, പക്ഷെ ആ ഒരു നല്ലൊരു ആ എണ്ണയൊക്കെ പുറത്തേക്ക് വന്നിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാണ് നമ്മളെ ആ മീൻ പൊള്ളിച്ചത്, കുക്കറിൽ മീൻ പൊള്ളിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിത് അസ്വിക്കും നമ്മളമ്മക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. ഞാനൊന്ന് ചെറുങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി, എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.